രുചിക്കൂട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓട്ടുപാറയിലെ ജനതയുടെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഫ്രാൻസിസ് ടവർ ഓട്ടുപാറ. ഫോൺ 9526267779. ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ലജി. എനി ടൈം ന്യൂസിൻ്റെ രുചിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കായ ഉണക്ക ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതും ഒരു പഴമയിലോട്ട് പോയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി കണ്ടിട്ട് നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ കായ ചെമ്മീൻ കറിയിലോട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു പച്ചക്കായ, പിന്നെ ഉണക്ക ചെമ്മീൻ ഒരു തലയും വാലും കളഞ്ഞ ഒരു അരക്കപ്പോളം. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കും ചെയ്യാം ചെമ്മീൻ്റെ അളവ്. പിന്നെ ഒരു തക്കാളി, ഒരു 10 ചെറിയ ഉള്ളി, 5 നമുക്കതിൽ നുറുക്കിടാനും 5 പിന്നെ ലാസ്റ്റിൽ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട്, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ പൊടികൾ: 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഉപ്പും. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ വേണം. തേങ്ങ അരച്ച് ഒഴിക്കണ കറിയത്. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയത്. അപ്പം 1/2 കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരയാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ കായക്കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. ഒരു വിസിൽ. ശരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചട്ടിയിലിട്ട് കുറേ നേരം വേവിച്ചിട്ട് അത് ചെയ്യാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം. അല്ലാത്തവർക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒറ്റ വിസിൽ. ഇപ്പോൾ ഒരു കായ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ 4 കഷ്ണം ഇതാക്കി മുറിച്ചതാണ്. അത് കുക്കറിലോട്ട് ഇടുന്നുണ്ട്. ഈ കായൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇതിലോട്ട്. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതാണ്. തലയും വാലും കളഞ്ഞത് കേട്ടോ. ഒരു 1/2 കപ്പോളം. ഇതിലോട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നുറുക്കിയിടാം. ചെറിയുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു 5. ഒരു തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് നടുകീറിയിടാം. രണ്ട് തണ്ട് കറിവേപ്പില. പിന്നെ ഇനി പൊടികളിടാം. ഒരു സ്പൂൺ മതി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ്. ഇനി മല്ലിപ്പൊടി 1 സ്പൂൺ തന്നെ മതി. കുറച്ച് മതി മല്ലിപ്പൊടി. പിന്നെ കൂടെ ഉപ്പും. ഇത് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് തന്നെ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ജസ്റ്റ് ഒരു പകുതി വരെ നിൽക്കണ പോലെ വെള്ളം കേട്ടോ. ഇതൊരു വിസിൽ കേൾപ്പിക്കാം നമുക്ക്. ഇതിപ്പോൾ കുക്കറിലെല്ലാം വെച്ചിട്ട് അതിന് പാകത്തിന് അതിൻ്റെ ആ ഒരു ലെവലിലേക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുക്കർ മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. ഇപ്പോൾ കുക്കറിന് ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടത് തന്നെ ഇരുന്നിട്ട് ഫുൾ പ്രഷർ മാറിയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുറക്കാം.
കായ് ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ചട്ടിയിലോട്ട് മാറ്റാം. മൺചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇടുന്നത്. ശരിക്കും ഈ ചട്ടിയിലിട്ടിട്ടാണ് ഇതെല്ലാം വേവിക്കുക. ഇതിപ്പം ഞാൻ കുക്കറിൽ നിന്ന് ചട്ടിയിലോട്ട് ഇട്ട് നല്ലോണം തിളയ്ക്കുന്നുണ്ട് കറി. അപ്പോൾ നമുക്ക് ഈ അരപ്പുണ്ടല്ലോ, തേങ്ങ അരച്ചത് ചേർക്കുക. ഇത് തേങ്ങ പാലിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, പക്ഷെ അരപ്പിന് വേറൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു തിക്കായിട്ടല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഈ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ അതിലോട്ട് ചേർക്കാം, ചാറ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു കട്ടിയായി, ഒന്ന് ലൂസാക്കി കൊടുക്കാൻ. മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഒരു ചാറായിട്ട് ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് എത്രയും ലൂസായിട്ട് ചാറ് വേണോ അത്രയും വെള്ളം. നിങ്ങൾക്ക് തേങ്ങ അരച്ചതായ കാരണം ചാറിന് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ എത്ര വെള്ളം വേണം അത് അത്രയും ചാറിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഉപ്പ് നോക്കുക, പാകത്തിന് ഉപ്പും ഒക്കെ നോക്കിയിട്ട് ഉപ്പിടാം. ഇത് കഴിഞ്ഞ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കണം അതിലോട്ട്. ഈ ഉണക്ക ചെമ്മീന് പകരം വേണമെങ്കിൽ ചെറിയ പച്ച ചെമ്മീനും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇതാണ് ഒരു പഴയ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടാണ് ചെയ്യുക. ഇതിപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ചാറ് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ അരച്ചൊഴിച്ച കാരണം നമുക്ക് പാകത്തിനുള്ള തിക്നെസ്സിന് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഓഫാക്കിയിട്ട് നമുക്ക് വേറെ ഒരു അടുപ്പിൽ ഇനി ഉള്ളി കാച്ചാൻ വയ്ക്കാം. ഉള്ളി കാച്ചി ഒഴിക്കണം ലാസ്റ്റിൽ. ഇതിപ്പോൾ ഉള്ളി നല്ലൊരു കാച്ചി മണം വരുന്നുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലോട്ടിടാം. കറി കണ്ടോ? അപ്പോൾ ചട്ടിയിലിരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് വരും. അതാ പറഞ്ഞാൽ കുറച്ച് ലൂസാക്കണമെങ്കിൽ നമുക്ക് തിളയ്ക്കുന്ന സമയത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ചാറ് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കായ ഉണക്കച്ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. പഴമയിൽ നിന്നുള്ള ഒരു കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് എനിക്ക് നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ ഒരു പുതിയ എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. രുചിക്കൂട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓട്ടുപാറയിലെ ജനതയുടെ ഏറ്റവും വലിയ പാത്രക്കട, ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526267779.